തിരിതെളിച്ച് ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി അഭിവന്യ മാർ ജോസ് പുളിക്കൽ പിതാവിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അടുത്തതായി തിരിതെളിക്കുന്നതിനായി കോളേജ് ചെയർമാൻ ശ്രീ ബെന്നി തോമസിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അടുത്തതായി തിരിതെളിക്കുന്നതിനായി ശ്രീ ജോർജ് കുട്ടി ആഗസ്തിയെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ആന്റണി ജോസഫ് സാറിനെ തിരിതെളിക്കുന്നതിനായി ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഒപ്പം 5 റാങ്ക് ഹോൾഡേഴ്സിനെ ഏറെ സ്നേഹത്തോടെ തിരിതെളിക്കുന്നതിനായി ക്ഷണിക്കുന്നു. അടുത്തതായി തിരിതെളിക്കുന്നതിനായി റവറൻഡ് ഫാദർ സെബാസ്റ്റ്യൻ അച്ഛനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി AICTE അംഗീകാര പ്രഖ്യാപനമാണ് നടക്കുന്നത്. അതിനായി അഭിമന്യ മാർ ജോസ് പുളിക്കൽ പിതാവിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഒപ്പം തന്നെ സ്റ്റുഡൻസ് പാർട്ട് ടൈം ജോബ് പ്രൊജക്ട് ഉദ്ഘാടനവും നിർവഹിക്കപ്പെടുകയാണ്. സെയിന്റ് ആന്റണീസ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ നിമിഷം. കഴിവുകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിച്ച് പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡേഴ്സിന് കോളേജ് സ്നേഹ സമ്മാനമായി സ്വർണ്ണ മോതിരം നൽകി വരുന്നത്. കഴിഞ്ഞ വർഷവും റാങ്ക് ഹോൾഡേഴ്സിന് മോതിരങ്ങൾ സമ്മാനമായി നൽകിയിരുന്നു. ഈ വർഷം പാസ് ഔട്ട് ആകുന്ന 2021-24 ബാച്ചിലെ MG യൂണിവേഴ്സിറ്റി ഡിഗ്രി പരീക്ഷകളിൽ യൂണിവേഴ്സിറ്റി റാങ്ക് ജേതാക്കളെ അനുമോദിക്കുന്ന ചടങ്ങാണ് അടുത്തതായി. റാങ്ക് ജേതാക്കൾക്ക് കോളേജ് നൽകുന്ന സ്വർണ്ണ മോതിരവും മെമന്റോയും സ്വീകരിക്കുന്നതിനായി റാങ്ക് ജേതാക്കളെയും ഒപ്പം എല്ലാവരും പിന്തുണയും നൽകിയ അവരുടെ പേരൻസിനെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അവർക്കും ഒരു സ്നേഹ സമ്മാനം നമ്മൾ നൽകുകയാണ്. അടുത്തതായി അക്സ മരിയ ജോൺസ് ഫ്രം BSc സൈബർ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ്. അക്സയുടെ പേരൻസിനെയും ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അക്സ മരിയ ജോൺസ് ഫ്രം BSc സൈബർ ഫോറൻസിക്. അടുത്തതായി ശിവപ്രിയ ചന്ദ്രൻ ഫ്രം ബാച്ചിലർ ഓഫ് ഫാഷൻ ടെക്നോളജി. ശിവപ്രിയ പേരൻസിനെയും ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി അഞ്ജന അജയ് ഫ്രം ഡിപ്പാർട്ട്മെന്റ് ഓഫ് BSc സൈബർ ഫോറൻസിക്. അഞ്ജനയുടെ പേരന്റിനെയും ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഷെഫീന ഷെഫീൻ ഫ്രം ഡിപ്പാർട്ട്മെന്റ് ഓഫ് മാനേജ്മെന്റ്. ഷെഫീനയുടെ പേരന്റിനെയും ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി റാങ്ക് ജേതാക്കളും അതേപോലെ തന്നെ അഭിമന്യ പിതാവിനോടൊപ്പം ഒരു ഫോട്ടോ സെഷനാണ്. ഒപ്പം തന്നെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഡിപ്പാർട്ട്മെന്റുകൾക്ക് കോളേജിന്റെ ക്യാഷ് പ്രൈസ് നൽകുകയാണ്. HODമാർ വന്ന് ക്യാഷ് പ്രൈസ് ഏറ്റുവാങ്ങേണ്ടതാണ്. ക്യാഷ് പ്രൈസ് നൽകുന്നതിനായി ഒരിക്കൽ കൂടി അഭിമന്യ മാർ ജോസ് പുളിക്കൽ പിതാവിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ക്യാഷ് പ്രൈസ് സ്വീകരിക്കുന്നതിനായി കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റ് HOD മിസസ് ജിൻഡു മോൾ ജോണിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു.
അഭിമന്യ പിതാവിന് ഏറെ സ്നേഹത്തോടെ നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം തന്നെ HOD-മാർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും. പരിശ്രമത്തിന്റെയും അർപ്പണബോധത്തിന്റെയും ഫലമായി MG യൂണിവേഴ്സിറ്റി ഡിഗ്രി പരീക്ഷയിൽ റാങ്ക് നേടിയ വിദ്യാർത്ഥികളുടെ മറുപടി പ്രസംഗമാണ് അടുത്തതായി. ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്പ്യൂട്ടർ സയൻസിൽ നിന്നും കുമാരി ഗൗരി കൃഷ്ണ KS-നെ ഏറെ സ്നേഹത്തോടെ മറുപടി പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എനിക്ക് എന്താ പറയേണ്ടതെന്ന് പോലും അറിയത്തില്ല. ആദ്യം തന്നെ റെസ്പെക്റ്റഡ് ചീഫ് ഗസ്റ്റ്, റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ, പിന്നെ പേരൻസ്, ടീച്ചേഴ്സ്, പിന്നെ എല്ലാവർക്കും ആദ്യം തന്നെ എനിക്ക് നന്ദി പറയാനുള്ള ദൈവത്തിനോടാണ്. എന്നെ ഇവിടെ വരെ എത്തിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. പിന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ ആന്റണി കലമ്പള്ളി സാർ, ഓരോ എക്സാം കഴിയുമ്പോഴും സാറ് വിളിച്ച് ഇവാലുവേഷൻ നടത്തും. എന്തുകൊണ്ടാണ് കുറഞ്ഞു പോയത്, കൂടുതൽ മേടിക്കണമെന്ന് പറഞ്ഞ് എപ്പോഴും പ്രോത്സാഹിപ്പിക്കും. അതുകൊണ്ട് സാറിന് ഒരു പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. പിന്നീട് എനിക്ക് ഏറ്റവും നന്ദി പറയാനുള്ളത് ഞങ്ങളുടെ HOD ആയിട്ടുള്ള ജിൻഡു മിസ്സിനോടും പ്രൈസി മിസ്സിനോടുമാണ്. വളരെയധികം നന്ദിയുണ്ട്. ഓരോ എന്തൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിലും അത് എത്ര പ്രാവശ്യം വേണമെങ്കിലും പറഞ്ഞു തരാനായിട്ട് തയ്യാറാണ് എല്ലാ മിസ്സുമാരും. അതുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും പിന്നെ എന്നെ പഠിപ്പിച്ച ബാക്കി എല്ലാ മിസ്സുമാർക്കും വളരെയധികം നന്ദി രേഖപ്പെടുത്തുകയാണ്. അതിനുശേഷം എനിക്ക് നന്ദി പറയാനുള്ളത് എൻ്റെ പേരൻസിനോടാണ്. എൻ്റെ അച്ഛനോടും അമ്മയോടും വളരെയധികം നന്ദിയുണ്ട്. എല്ലാവർക്കും നന്ദി. താങ്ക് യു. ഡിപ്പാർട്ട്മെന്റ് ഓഫ് BSc സൈബർ ഫോറൻസിക്കിൽ നിന്നും കുമാരി അക്സ മരിയ ജോൺസ്. ഗുഡ് മോർണിംഗ്. വളരെ സന്തോഷമുണ്ട് ഇന്നിവിടെ നിൽക്കുന്നതിൽ. തിരഞ്ഞെടുത്ത കോഴ്സ് ഏറ്റവും മനോഹരമായി ഏറ്റവും മികച്ച രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചത് ആദ്യം തന്നെ ദൈവത്തിനോട് നന്ദി പറയുന്നു. പിന്നെ ഏറ്റവും എടുത്ത് പറയേണ്ടത് പ്രിൻസിപ്പളായ ലാൽസൻ സാറിനെ പറ്റിയാണ്. S1 തൊട്ട് S6 വരെയുള്ള ഓരോ റിസൾട്ടും വാലുവേറ്റ് ചെയ്ത് ഞങ്ങൾക്ക് എവിടെ റാങ്ക് അല്ലെങ്കിൽ ഫുൾ പാസ് എന്ന് പറയുന്ന ഒരു ഗോളിൽ ഞങ്ങളെ കാണിച്ചു തന്നെ അവിടേക്ക് എത്തണം എന്ന് ഞങ്ങളെ മോട്ടിവേറ്റ് ചെയ്തത് സാറാണ്. പിന്നെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ടീച്ചേഴ്സ്, HOD ആയ ജിൻഡു മിസ്, ക്ലാസ് ടീച്ചറായിരുന്ന റിൻഡ മിസ്, ഗോപിക മിസ്, സീന മിസ്, ശില്പ മിസ്, എല്ലാവരെയും ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ എല്ലാവരുടെയും ഒരുമിച്ചുള്ള പ്രവർത്തനം മൂലമാണ് ഞങ്ങൾക്ക് ഈ റിസൾട്ട് കിട്ടിയത്. പിന്നെ ഏറ്റവും എടുത്ത് പറയേണ്ടത് ഗോപിക മിസ്സിനും സീന മിസ്സിനെ പറ്റിയാണ്. ലാസ്റ്റ് 2 സെം എന്ന് പറയുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള സെമ്മാണ്. അതിനോടൊപ്പം പ്രോജക്റ്റ്, വൈമ, റിപ്പോർട്ട്, സെമിനാർ ഇതെല്ലാം അവർ രണ്ടുപേരും മുന്നിൽ നിന്ന് ഞങ്ങൾ എങ്ങനെ 100% എത്തിക്കാൻ വേണ്ടി കാണിച്ചതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. താങ്ക് യു ടീച്ചർ, സ്പെഷ്യലി താങ്ക് യു. ഞങ്ങളൊരു PG ഡിപ്ലോമ ചെയ്യുന്നുണ്ട്. PG ഡിപ്ലോമ ഇൻ സൈബർ സെക്യൂരിറ്റി ആൻഡ് സൈബർ മോക്ഷ. അതിൻ്റെ സാറായ സഞ്ജു സാർ ഇവിടെ പ്രസന്റ് ആയിട്ടുണ്ട്. സാറ് തിയററ്റിക്കലി അല്ലാതെ പ്രാക്ടിക്കലി എങ്ങനെ ഈ കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞങ്ങൾ കുറേ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സാറിനോട് നന്ദി അറിയിക്കുന്നു. ഇവിടെ നിൽക്കുമ്പോൾ ഇരട്ടി മധുരമായിട്ട് തോന്നുന്നത് ഞാനും അഞ്ജനയും മാത്രമല്ല, എൻ്റെ ക്ലാസ്സിലെ എല്ലാവരും തന്നെ ഇവിടെ പ്രസന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. 100% എന്നുള്ള മൈൽ സ്റ്റോൺ കിട്ടിയ ബാച്ചിനെ റെപ്രസെന്റ് ചെയ്ത് ഇവിടെ നിൽക്കാൻ പറ്റിയതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. താങ്ക് യു ഫോർ എവരിത്തിങ്. എന്നെ സപ്പോർട്ട് ചെയ്തതിന് ഇതുവരെ എത്തിച്ചതിന് നന്ദി പറയുന്നു. പിന്നെ ബാക്കി എല്ലാവരോടും നന്ദി പറഞ്ഞു. കുമാരി അക്സ മരിയ. ബാച്ചലർ ഓഫ് ഫാഷൻ ടെക്നോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കുമാരി ശിവപ്രിയ ചന്ദ്രനെ മറുപടി പ്രസംഗത്തിനായി ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പിന്നെ എൻ്റെ പേരൻസ്, രക്ഷിതാക്കളെ, പ്രിയ കൂട്ടുകാരെ, എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ ആദ്യം തന്നെ ദൈവത്തിനോട് നന്ദി കൊടുക്കും. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു അച്ചീവ്മെൻ്റ് ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഫസ്റ്റ് ടൈമാണ്, അതിൻ്റെയൊക്കെ കുറവുകളുണ്ട്. ആദ്യം തന്നെ ഞാൻ ഈ കോഴ്സ് എനിക്ക് ആഗ്രഹിച്ചു വന്ന ഒരു കോഴ്സാണ് തിരഞ്ഞെടുത്തത്. ഡിപ്ലോമയ്ക്ക് ശേഷം ഞാൻ ഒരു ഡിഗ്രി വേണമെന്ന് ഉറച്ച തീരുമാനത്തിലാണ് ഞാൻ അപ്ലൈ ചെയ്യുകയും എനിക്കിവിടെ കിട്ടി. സെൻറ് ആൻസിന് അത് ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ എൻ്റെ ടീച്ചേഴ്സ്, HOD ആയ ക്രിസ്റ്റി മിസ്, ലീന മിസ്, പിന്നെ സുബി മിസ്, ഞങ്ങളുടെ ക്ലാസ് മിസ്സായിരുന്ന പ്രിൻസി മിസ്, പ്രൈസ് മിസ്, എല്ലാവർക്കും ഒരുപാട് നന്ദി. അവരെപ്പോഴും കൂടെ സപ്പോർട്ട് ചെയ്താണ് നിൽക്കുന്നത്. ഓരോ കാര്യങ്ങൾക്കാണെങ്കിലും, അത് പ്രോഗ്രാമിലാണെങ്കിലും പഠനപരമായ രീതിയിലാണെങ്കിലും. പിന്നെ എൻ്റെ പേരൻസ്, എൻ്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ട് എന്നെ ഇതിൽ ആക്കി. അപ്പോൾ ഓരോ സെമ്മിൽ എക്സാം കഴിയുമ്പോൾ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കും, ദൈവമേ സപ്ലി ഒന്നും കിട്ടാതെ, അതായത് അതിന് ആദ്യത്തെ തന്നെ ഫീസൊക്കെ അടയ്ക്കുന്ന വളരെ ബുദ്ധിമുട്ടിയാണ്. അപ്പോൾ സപ്ലി ഒന്നും കിട്ടാതെ ജയിക്കണേ എന്ന് പറഞ്ഞാണ് ഓരോ എക്സാം നമ്മൾ
പക്ഷെ എക്സാം എഴുതിയിട്ട് വരുമ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എക്സാം റിസൾട്ട് വന്നു കഴിയുമ്പോൾ പാസ്സാകാൻ ഇപ്പോൾ ഒരുപാട് നന്ദിയുണ്ട്. ദൈവത്തിനോട് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു ശ്രീപ്രിയ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് BSc സൈബർ ഫോറൻസിക്കിൽ നിന്നും കുമാരി അഞ്ജന അജയ്. എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, പ്രിൻസിപ്പൽ ആലക്സിൻ സർ, വൈസ് പ്രിൻസിപ്പൽസ്, അധ്യാപകർ, അനധ്യാപകർ, പാരൻസ്, പിന്നെ എൻ്റെ പ്രിയപ്പെട്ട ഫ്രണ്ട്സ്, ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഒട്ടും പ്രതീക്ഷിച്ചിരുന്നല്ല റാങ്ക് എന്നൊരു ഫേസിലേക്ക് വരുമെന്ന്. പ്രതീക്ഷിക്കാതെ കിട്ടിയതുകൊണ്ട് ഇപ്പോൾ ഒരു ഭയങ്കര സന്തോഷമുണ്ട്. ഇങ്ങനെയൊരു അവസരം നൽക ദൈവത്തിന് ഞാൻ ആദ്യം നന്ദി പറയുന്നു. അതുപോലെ തന്നെ സന്തോഷത്തിൻ്റെ ഇരട്ടി മധുരം എന്ന് പറയുന്ന പോലെ തന്നെ ഞാൻ അടങ്ങുന്ന എൻ്റെ സൈബർ ഫോറൻസിക് ബാച്ചിലെ 22 പേരും ഫുൾ പാസ് ആയതും ഈ ഒരു വേളയിൽ ഞാൻ ഒരുപാട് അഭിമാനപൂർവ്വം സന്തോഷപൂർവ്വം ഓർക്കുന്നു. പിന്നെ എനിക്ക് നന്ദി പറയാനുള്ളത് എൻ്റെ പാരൻസിനോടാണ്. എൻ്റെ എല്ലാ ഫേസിലും എൻ്റെ ഒപ്പം നിന്ന എൻ്റെ പാരൻസ്. പിന്നെ എനിക്ക് കൂടുതലും പറയാൻ കിട്ടുന്നില്ല. ഒത്തിരി സന്തോഷത്തോടെ തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും അനുഗ്രഹവും പ്രാർത്ഥനയൊക്കെ ഞങ്ങളോടൊപ്പം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു അഞ്ജന. ഡിപ്പാർട്ട്മെന്റ് ഓഫ് മാനേജ്മെന്റിൽ നിന്നും കുമാരി ഷെഫീന ഷെഫി. നമസ്കാരം. ഇന്ന് ഈ അവസരത്തിൽ ഇങ്ങനെ റാങ്ക് നേടി നിൽക്കുമ്പോൾ ആദ്യം തന്നെ അള്ളാഹുവിന് നന്ദി. പിന്നെ എനിക്ക് ആദ്യമായിട്ട് നന്ദി പറയാനുള്ളത് എൻ്റെ പേരൻസിനോടാണ്. കാരണം അവരുടെ പ്രാർത്ഥനകളും കഷ്ടപ്പാടുകളും ഒക്കെ കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു റാങ്കിലേക്ക് എത്താൻ പറ്റിയത്. പിന്നെ എനിക്ക് നന്ദി പറയാനുള്ളത് മാതാപിതാക്കളൊക്കെ തന്നെയുള്ള ടീച്ചേഴ്സിനോടാണ്. അശ്വിനി മിസ് ആയാലും ജിനു മിസ് ആയാലും അതുപോലെ ക്ലാസ് ടീച്ചർ അക്ഷയ് സാറ്, അപ്പോൾ ഇവരോടെല്ലാം ഒരുപാട് നന്ദി. അതുപോലെ എന്നെ പഠിപ്പിച്ച എല്ലാ മിസ്സുമാരും, ആതിര മിസ്, വർഗീസ് സാറ്, നൈസ് സാറ്, അങ്ങനെയുള്ള എല്ലാ മിസ്സുമാരോടും നന്ദി പറയുന്നു. താങ്ക് യു ഷെഫീന. പ്രയത്നഫലമായി അവർക്ക് ലഭിച്ച ഈ മഹത്തായ നേട്ടം മറ്റു വിദ്യാർത്ഥികൾക്കും പ്രചോദനമാകട്ടെ എന്ന് ഏറെ സ്നേഹത്തോടെ ആശംസിക്കുന്നു. Congratulations once again to all the rank holders. Shri Giorgio D'Agostini, the chairman of Kinfra Film and Video Park, is a distinguished personality whose contributions to education, industry and motivation are truly inspirational. We are honored to have with us such a dynamic leader and motivational speaker for today's event. Chairman Vinny, Director Sir, ബഹുമാനപ്പെട്ട സുഭാഷ് ചന്ദ്രൻ, പാഴ്പാടിയച്ചൻ, ബഹുമാനപ്പെട്ട മൈലാടിയച്ചൻ, സ്നേഹമുള്ള അധ്യാപകരെ, സുവർണരാജ് ഉൾപ്പെടെ അധ്യാപകരെ, ജീവൻ സാർ ഉൾപ്പെടെയുള്ള അധ്യാപകരെ, ജോർജ് ഗുരുമറ്റം, അവാർഡ് ജേതാക്കളെ, സുഹൃത്തുക്കളെ, ഞാൻ ഒരു അധ്യാപകനാകാൻ ആഗ്രഹിച്ച ആളാണ്. പറ്റിയില്ല. പഞ്ചായത്ത് മെമ്പറായപ്പം ആ സ്വപ്നം പോയി. 25 വയസ്സിൽ പഞ്ചായത്ത് പ്രസിഡന്റായി പോയി. പക്ഷേ അതിനെക്കൊണ്ടൊരു ഗുണമുണ്ടായി. ഒരുപാട് സ്കൂളുകളിലും കോളേജുകളിലും പോകാൻ പറ്റി. ജയിലിൽ പോയപ്പോഴാണ് സ്കൂളിൽ പോകണമെന്ന് തീരുമാനിച്ചത്. ജയിലിൽ പ്രതിയായിട്ടൊക്കെ പോയത്, ചുമ്മാ പിള്ളേരുടെ കൂടെ ഒരു ക്യാമ്പുമായി ബന്ധപ്പെട്ട്. പിതാവൊക്കെയാണ് ജയിലിൽ പോകാൻ ഞാൻ പഠിപ്പിച്ചത്. പിതാവ് ജയിലിൽ പോകുമായിരുന്നു ഈ സെമിനാരിൽ പഠിക്കുന്ന കാലത്ത്. ജയിലിൽ പോകണമെന്ന് ഞങ്ങളോടൊക്കെ പറഞ്ഞത് പിതാവാണ്. അന്ന് അച്ഛനായിരുന്നു. പിതാവിൻ്റെ വീട് ക്രിമിനൽ കുറ്റവാസനയുള്ള കുട്ടികൾക്ക് വേണ്ടി വിട്ടുകൊടുത്തു. ജയിലിൽ കിടക്കുന്നവരുടെ മക്കൾക്ക് വേണ്ടി പിതാവിൻ്റെ വീട് വിട്ടുകൊടുത്തു. ഒറ്റമകന A+കാരനായിരുന്നു 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. അത് കഴിഞ്ഞാണ് സെമിനാരിൽ പോയത്. ഒറ്റമകൻ അപ്പനെയും അമ്മയും ഇട്ടിട്ട് പോയി. പോയിട്ട് ആ വീട് ക്രിമിനൽ കുറ്റവാസനയുള്ള കുട്ടികൾക്ക് വിട്ടുകൊടുത്തു. അവരുടെ പുനരധിവാസത്തിന് വേണ്ടി 500-ലധികം കുട്ടികൾ വന്ന് അവിടുന്ന് രക്ഷപ്പെട്ടുപോയി. പ്രതിസന്ധികളിൽ പെട്ടുപോയൊക്കെ വേണ്ടി എൻ്റെ ജീവിതത്തിലെ ഒരു ഐ ഓപ്പണിംഗ് ആയിരുന്നു. അങ്ങനെയാണ് ഈ സ്കൂളിലും കോളേജിലൊക്കെ ഒരിക്കലും ഒരു ജയിലിൽ വെച്ചൊരു കുട്ടി എന്നോട് ചോദിച്ചു. കുട്ടി എന്ന് പറഞ്ഞാൽ 28 വയസ്സുകാരൻ, സെക്കൻഡ് ഇയർ ഡിഗ്രി ഡ്രോപ്പ് ഔട്ടാണ്. അവനെന്നോട് ചോദിച്ചു, ഞങ്ങളുടെ സ്കൂളിൽ എന്ത് ചെയ്യും കൊണ്ടുവരാഞ്ഞേ? അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ വന്നില്ലെന്നേ ഉള്ളൂ, ആരെങ്കിലൊക്കെ വന്നു കാണില്ല അവനെ. അപ്പം പറഞ്ഞു, ഞാൻ സ്കൂളിലായിരുന്നു, പക്ഷെ സ്കൂളിൻ്റെതല്ലായിരുന്നു. പിന്നെ കോളേജിൽ പോയി, എന്നിട്ട് കോളേജിൻ്റെതല്ലാതെ അങ്ങനെ ചോദിച്ചു. അപ്പം അവിടെ നിന്നാണ് ഈ സ്കൂള് കോളേജ് കൂടുതൽ ശ്രദ്ധിക്കണമെന്നൊരു തോന്നലുണ്ടാകുകയും പോകാൻ അവസരം ലഭിച്ചു. അധ്യാപകരോട് വലിയ നിര എൻ്റെ കൂടെ പോകുന്നുണ്ട്. കൂടുതലും ഗവൺമെൻറ് സ്കൂളുകളാണ് ഞാൻ പോയിട്ടുള്ളത്. അങ്ങനെയൊക്കെ പോയ അവസരത്തിൽ ഞാനൊരു കാര്യം സത്യമായിട്ട് പറയാം, ആത്മാർത്ഥമായിട്ട് ഉള്ളിൽ തട്ടി പറയാം. 1,00,000-ലധികം കുട്ടികളെ ഞാൻ ഇതിനോടകം നേരിട്ട് കണ്ടു കാണും ഈ ജീവിതം കൊണ്ട്. ഒരു വർഷം 10,000-ലധികം പേരെ ഇപ്പോൾ കാണുന്നുണ്ട്. പുല്ലിൻ്റെ IIT എയിംസ് ബാച്ച് ഉൾപ്പെടെ കാണുന്നുണ്ട്. ചൊന്ന് ഞാൻ പറയട്ടെ, എൻ്റെ ഉള്ളിൽ പോയതിൽ, എൻ്റെ ഹൃദയത്തിൽ കയറിയ, ഉള്ളിൽ തട്ടിയ ഒരു കോളേജ് ഈ കോളേജാണ്, യാതൊരു സംശയവും. കാരണം
ഇത് വാടക കെട്ടിടത്തിൽ കിടക്കുമ്പോഴാണ് നിരപ്പലച്ചൻ ആദ്യം എന്നെ വിളിക്കുന്നത്. കാഞ്ഞിരപ്പള്ളി ഒന്ന് വരണം, ജോർജ് കുട്ടി എവിടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ അച്ഛാ, കോളേജിൽ കൂടെ ഒന്ന് വന്നിട്ട് പോകണം. ഞാനോട് ചുമ്മാ കരുതുന്നത്. ചെന്നപ്പോൾ അച്ഛൻ പറയുക ആ പിള്ളേർക്ക് പോയി 2 മണിക്കൂർ ക്ലാസ് എടുക്കാൻ, ഞാൻ വേറെ പരിപാടിക്ക് പോകുന്നില്ല. അതൊരു തുടക്കമാണ്. അതിനുശേഷം ഈ കുന്നുമുകളിൽ കെട്ടിടം ഉണ്ടാകുന്നു. പിന്നെ ഈ 25 ലക്ഷം രൂപയാണ് ബെന്നി സാർ അതിൽ കൊടുക്കുന്നത്. എനിക്കറിയാം, പലരും ഷെയർ ചെയ്ത ക്യാമ്പസ് തുടങ്ങുന്നത്. അവസാനം ഒരു പ്രതിസന്ധി വന്നപ്പം എല്ലാവരും ചാടിപ്പോയി, കുറെ പേര് വിട്ടുപോയി. ഈ അച്ഛൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ എവിടെ നന്മയുണ്ടോ അതെല്ലാം വലിച്ചെടുത്ത് എന്തെങ്കിലുമൊക്കെ ക്രമപ്പെടുത്തുക. അങ്ങനെ അച്ഛൻ വലിച്ചെടുത്താണ് തോമസ് കല്ലപ്പള്ളി ഇലക്ഷൻ തോറ്റ MLA സ്ഥാനമൊക്കെ മാറി കഴിഞ്ഞപ്പോൾ പിടിച്ച് പ്രിൻസിപ്പളാക്കി കമ്പ്യൂട്ടർ കോളേജിൽ. കാഞ്ഞിരപ്പള്ളി ആദ്യമായിട്ട് കമ്പ്യൂട്ടർ കോളേജ് വന്നു. അദ്ദേഹത്തിന്റെ ചേട്ടൻ അന്നേരം അദ്ദേഹം മേലുകാവ് കോളേജിൽ പഠിപ്പിക്കുക. കല്ലമ്പള്ളി ലാലിച്ചനെ വിളിച്ചുകൊണ്ട് ലാലിച്ച ഞാൻ കോളേജ് തുടങ്ങുകയാണ്, ലാലിച്ചന്റെ കോൺട്രിബ്യൂഷൻ വേണം. ലാലിച്ചൻ ആ കോളേജിൽ ശമ്പളം മേടിച്ചുകൊണ്ട് തന്നെ ഇവിടെ വന്ന് ജോലി ചെയ്യാൻ തുടങ്ങി. അത് ലാലിച്ചിന് ഭാര്യയായി മാറി. ഉള്ളവരോട് പറയുക അതറിയാമല്ലോ. അവസാനം അതിനു വേണ്ടി ഉണ്ടായിരിക്കും. ഇതെല്ലാം ഞാൻ മാറി നിന്ന് കണ്ടതാണ്. അങ്ങനെ ഒരു സാഹചര്യം. അങ്ങനെ ഈ ലാലിച്ചിനെ എനിക്ക് ഉള്ളിൽ തരുന്നത് കല്ലമ്പള്ളിയുടെ അനിയെന്നോ തോമസ് കല്ലമ്പള്ളിയുടെ അനിയെന്നോല്ല. ചുരുക്കി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ മേലുകാവ് കോളേജിൽ വരണമെന്ന് പറഞ്ഞു. ക്ലാസ് തുടങ്ങുമ്പോൾ എന്നെ വിളിക്കും, ഇയർ ആരംഭത്തിൽ ഇയർ എൻഡിങ്ങിലും വിളിക്കും. പരീക്ഷയുടെ സമയത്ത് ഒരു ഇയർ എൻഡിങ്ങിൽ ഞാൻ അവിടെ ചെന്നപ്പം അതിൻ്റെ ഒരു വണ്ടിയുണ്ട്. അച്ഛൻ പോകുന്നത് എന്നോട് ഇല്ല, ഞാൻ ഇനി കോളേജിൽ 3 ദിവസം ജീവിക്കുകയായിരുന്നു, താമസിക്കാൻ പോകുന്നത്. അങ്ങനെ കോളേജിൽ താമസിക്കുന്നു പറഞ്ഞു. അത് ഇച്ചിരി കുഴപ്പമില്ല, മാർക്ക് കുറവുള്ള കുട്ടികളെ ഇവിടെ താമസിപ്പിക്കുക. പെൺകുട്ടികളുടെ അമ്മമാരുണ്ട്, ലേഡി ടീച്ചേഴ്സ് 2 പേരോട് നിൽക്കാൻ പറഞ്ഞിരിക്കുക, ബെഞ്ചേ കിടക്കുക. മേലുകാവ് കോളേജിലെ ഡിഗ്രി സ്റ്റുഡൻസ് മാർക്ക് കുറഞ്ഞ കുട്ടികളെ കണ്ടെത്തി അവരെ കൂടെ ജയിപ്പിക്കാൻ വേണ്ടി ബെഞ്ചേ കിടന്ന് പെൺകുട്ടികൾക്ക് കാവലിരിക്കാൻ അവരുടെ അമ്മമാരെ കൂടെ വിളിച്ച് അവർക്ക് കാവലിരിക്കാൻ അധ്യാപികമാരെ കൂടെ ചേർത്ത് പിടിച്ച് മേലുകാവ് കോളേജിൽ അത്ഭുതം സൃഷ്ടിച്ചു. കഴിഞ്ഞ ദിവസം മേലുകാവ് കോളേജിൽ പഠിച്ച കുട്ടി ഇവിടെ വന്നിരുന്നു. കോളേജ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പളാണ്. അവൾ പറഞ്ഞ അവളുടെ ജീവിതം ലാലിച്ചില്ലെങ്കിൽ ഉണ്ടാകുമായിരുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ വന്നു. ലാലിച്ചിന്റെ പ്രതിസന്ധിയുടെ കാലം കഴിഞ്ഞു. ഈ പ്രതിസന്ധി എന്താ പറഞ്ഞാലേ, ഈ മഴുവിന് വിട്ടുമ്പം സുഗന്ധം വരും, ചന്ദനമനത്തിലിട്ടാ വിട്ടുന്നെങ്കിൽ. അത് ഒത്തിരി പ്രസക്തമാണത്. മഴുവിന് വിട്ടുമ്പം സുഗന്ധം വരും, ചന്ദനമനത്തിലിട്ടാ വിട്ടുന്നെങ്കിൽ. അല്ലെങ്കിലോ അറിയാമല്ലോ, ദുർഗന്ധമായിരിക്കും വരുന്നത്. ആ ഒരവസ്ഥയിൽ ലാലിച്ചിന്റെ പ്രതിസന്ധിയുടെ സംഭവം ഇവിടെ വന്നു. ഈ കോളേജിൽ നിന്നുപോയ സമയത്ത് അച്ഛൻ തന്നെ ബെന്നിയോടുള്ള ഒരു സ്നേഹബന്ധം, കുടുംബബന്ധം ഇത് ഏൽക്കണമെന്ന് പറയുമ്പം അല്ലേ, ഓർത്തു നോക്കിക്കേ. അച്ഛനാ പറഞ്ഞ വാക്കിനെ വെച്ചിട്ടുണ്ട് ബെന്നി. ഞാനിപ്പോൾ ഓർക്കുകയായിരുന്നു, അച്ഛൻ ആദ്യകാലത്ത് കാഞ്ഞിരപ്പള്ളി യുവതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് തന്നെ നമുക്കൊരു ഡീം ടു ബി യൂണിവേഴ്സിറ്റി കിട്ടാൻ അവസരം ഉണ്ടായിരുന്നു. കാരണം പ്രതിസന്ധിയുടെ സമയത്ത് ഇതിനെ താങ്ങായി നിന്നു. ഞാൻ ഒത്തിരി ഒന്നും പറയുന്നില്ല. ഈ മിച്ചം കിട്ടുന്ന സമയം ഞാൻ എന്തിനു ഉപയോഗിക്കുന്നു അതാണ് എൻ്റെ വ്യക്തിത്വം. സുകുമാർ അഴീക്കോട് സാറ് എന്നോട് പറഞ്ഞതാണ് ഒരു മോട്ടിവേഷൻ സ്പീച്ച്. മിച്ചം സമയം നീ എന്തിനുപയോഗിക്കുന്നോ അതാണ് നിന്റെ വ്യക്തിത്വം. ഈ 2 പേരെ നോക്കുമ്പം അവരുടെ മിച്ചം സമയം അവരെന്തിനാണ് ഉപയോഗിച്ചത്? ബെന്നി സാർ പറഞ്ഞൊരു വാക്കില്ലേ, ഉണ്ടായിട്ട് കൊടുക്കരുത്, ഉള്ളതിൽ നിന്ന് കൊടുക്കുമ്പം ഉണ്ടായിക്കൊള്ളും. അതാണ് പ്രിൻസിപ്പിൾ. ഉണ്ടായിട്ട് കൊടുക്കാൻ കാത്തു നിൽക്കരുത്, ഉള്ളതിൽ നിന്ന് കൊടുക്കുമ്പം ഉണ്ടായിക്കൊള്ളും നിന്റെ പാത്രത്തിലേക്ക്. അതാണ് സന്ദേശം. ഇതാണ് ഈ കോളേജിൽ നടക്കുന്ന ഒരു മെസ്സേജ്. ഇവിടെ നിന്ന് പോകുന്ന പിള്ളേർക്കും ഈ മെസ്സേജ് ഉണ്ടാകട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിക്കുന്നു. ഒന്നുമില്ല, പക്ഷേ ഈ ടീച്ചേഴ്സ് ഹാപ്പി ആയിരിക്കുന്ന. പിന്നെ ഞങ്ങളുടെ ചില സ്കൂളുകളുണ്ട്, ചിലയിടത്തൊക്കെ ചെന്നാൽ UGC ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അപൂർവം ചില ടീച്ചേഴ്സ് വളരെ ഹാപ്പി ആയിട്ട് പിള്ളേർക്ക് വേണ്ടി ഇങ്ങനെ സമർപ്പണ ജീവിക്കാൻ കാണുന്നുണ്ട്. എല്ലാ ക്യാമ്പസിലും ഉണ്ട്. അത് ഒറ്റപ്പെട്ട ഒരു 10% വരെ ഉള്ളൂ. ബാക്കിയുള്ളവർക്ക് ജോലി ഇവിടെ വിട്ടു പോകുന്നവരാണ്. അവിടെ കുഴപ്പമില്ല, അവരങ്ങനെയാണ് പരിശീലിച്ചത്. വെള്ളിക്കരണ്ടിയായിട്ട് ജനിച്ചവർക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനല്ല. ഇവിടെ ഗവൺമെന്റ് സ്കൂളുകളിൽ ചില ഈ കുട്ടികൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒത്തിരി പേര് ഞാൻ കാണുന്നുണ്ട്, അല്ലാതെ ഞാൻ കാണുന്നുണ്ട്. ഇവിടെ ഞാൻ കാണുമ്പോൾ എല്ലാവരുടെയും മുഖത്ത് ഒരു സന്തോഷ സൂചികയുണ്ട്. യെസ്, അതാണ് ഈ ക്യാമ്പസിന്റെ വലിയ രഹസ്യം. അതിന് കഴിയട്ടെ, അത് മുന്നോട്ട് പോകട്ടെ. പ്രിയമുള്ളവരെ, നിങ്ങൾ ഒരു നല്ല മോഡൽ സ്റ്റുഡൻസ് ആയിട്ടാണ് ഇവിടുന്ന് പാസ് ഔട്ട് ആകുന്നത്. മോഡലാകുക. ബി എ മെസ്സേജ് ആൻഡ് മെസ്സഞ്ചർ. സന്ദേശമാകുക. നിങ്ങളുടെ ജീവിതം സന്ദേശവാഹകരായി മാറുക. അത് ലോകം മുഴുവൻ പ്രചരിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ബെന്നി സാറിനും കല്ലമ്പള്ളി ലാലിച്ചൻ സാറിന് ഞാൻ വിളിക്കുന്നത് എന്നെപ്പോലെയാണ് എനിക്ക് ലാലിച്ചൻ സാറിനും ബാക്കി എല്ലാവർക്കും നിങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടി കണ്ടോ ഒരു പ്രൗഢമായ ഒരു സദസ്സുണ്ട്. മാതാ, പിതാ, ഗുരു, ദൈവം എല്ലാ ആശംസകളും നേരുന്നു. നന്ദി. വിദ്യാർത്ഥികളുടെ കഠിനാധ്വാനത്തിന്റെയും സമർപ്പണത്തിന്റെയും പരിശ്രമത്തിന്റെയും പ്രതിഫലനം വിദ്യാർത്ഥികളോടൊപ്പം തന്നെ മാതൃകാപരമായ അധ്യാപനവും പിന്തുണയും നിർദ്ദേശങ്ങളുമാണ് ഇന്ന് ഈ അക്കാദമിക് യാത്രയിൽ വിദ്യാർത്ഥികളെ വിജയ കൊടുമുടിയിൽ എത്തിച്ചത്.
കോളേജിന്റെ ചരിത്ര താളുകളിൽ തങ്കലിപികളിൽ ആലേഖനം ചെയ്യപ്പെടേണ്ട ദിനം. BSc സൈബർ ഫോറൻസിക് കോഴ്സിന്റെ ഫസ്റ്റ് ബാച്ച് വിദ്യാർത്ഥികൾ 100% വിജയം കൈവരിച്ച മഹത്തായ നേട്ടം നാം ഇന്ന് ഇവിടെ ആഘോഷിക്കുകയാണ്. 100% വിജയം നേടിയ 2021-24 ബാച്ചിലെ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനോടൊപ്പം സ്റ്റുഡൻസിന്റെ ഫോട്ടോകൾ ഉൾപ്പെടുത്തിയ ഫ്രെയിം ഡിപ്പാർട്ട്മെന്റ് HOD മിസ് ജിൻഡുമോൾ ജോണിന് കൈമാറുകയാണ്. ഫോട്ടോ ഫ്രെയിം നൽകുന്നതിനായി അഭിമന്യ പിതാവ് മാർ ജോസ് പുളിക്കൽ പിതാവിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. Sri Benny Thomas is a dynamic entrepreneur who has left an indelible mark in the world of hospitality. As the CEO of Spago International UAE, he has led the catering service for prestigious events such as Paris Olympics 2024 and FIFA World Cup in Qatar 2022, to expanding his footprints to sporting events in Qatar, Saudi Arabia, Bahrain, along with serving international sporting events in 11 countries and making Spago International one of the world's leading companies in this field. Sri Benny Thomas has always nurtured the next generation, ensuring educational excellence to all students of the college. With great pride, St. Anthony's College, Peruvandhanam acknowledges the remarkable achievements of Sri Benny Thomas by presenting a memento as a token of our deepest appreciation and respect. I request His Excellency Major Speaker, Bishop of Karnapuri Diocese to please present the memento to Sri Benny Thomas. ഒപ്പം തന്നെ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്ക് കോളേജിന്റെ സ്നേഹാദരവ് നൽകപ്പെടുകയാണ്. ആദരവ് നൽകുന്നതിനായി കോളേജ് ചെയർമാൻ ശ്രീ ബെന്നി തോമസ് സാറിനെയും സ്വീകരിക്കുന്നതിനായി കാഞ്ഞിരപ്പള്ളി രൂപതാ മെത്രാൻ അഭിമന്യ മാർ ജോസ് പുളിക്കൽ പിതാവിനെയും ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പിതാവിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. നമുക്കറിയാം പുളിക്കൽ പിതാവ് ബിഷപ്പ് ഇവിടെ പറഞ്ഞു, നമ്മൾ റോൾ മോഡൽ ആക്കേണ്ടത് നമ്മുടെ ബഹുമാനോട് ബെന്നി സാറിനെയും പ്രിൻസിപ്പൽ ലാൽസിൻ സാറിനെയും അത് പറഞ്ഞു. ഒപ്പം നമുക്കെല്ലാവർക്കും വലിയൊരു റോൾ മോഡൽ തന്നെയാണ് ബഹുമാനപ്പെട്ട ജോസഫ് പുളിക്കൽ പിതാവ്. 2020 മുതൽ കാഞ്ഞിരപ്പള്ളി രൂപതയെ നയിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യനായ പിതാവ് ജോർജ് സാർ പറഞ്ഞതുപോലെ തൻ്റെ സ്വന്തം ഭവനം സഭയ്ക്ക് വിട്ടു നൽകിക്കൊണ്ട് വളരെ ശക്തമായിട്ട് ആത്മീയമായിട്ട് കാഞ്ഞിരപ്പള്ളി രൂപതയെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കോളേജിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ചരിത്ര നിമിഷമാണ്. പിതാവിൻ്റെ സാന്നിധ്യത്തിനും വളരെ ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള വാക്കുകൾക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഏറ്റവും കൃത്യമായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നു. ആശംസാ പ്രസംഗത്തിനായി പെരുവന്താനം സെന്റ് ജോസഫ് ഫൊറോന വികാരി റവറന്റ് ഫാദർ സെബാസ്റ്റ്യൻ താഴ്ത്തുവിട്ടലിനെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഏറ്റവും ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയമുള്ള മാതാപിതാക്കന്മാരെ, പ്രിയമുള്ള കൂട്ടുകാരെ, ഒത്തിരി സന്തോഷവും അഭിമാനത്തിന്റെ നിമിഷങ്ങളോട് തന്നെയാണ് ഞാൻ കടന്നു പോകുക. കാരണം എൻ്റെ ബന്ധത്തിനും ചെറിയൊരു പേടിയുണ്ടായിരുന്നു. കാരണം ഏറ്റവും പ്രശസ്തരായിരിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ മോട്ടിവേഷൻ ക്ലാസ്സുകൾ എടുക്കുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് പ്രസംഗമേ താല്പര്യമില്ലാത്ത എന്നെ പിടിച്ചിട്ടപ്പോഴത്തേനും ഞാനും പെട്ടുപോയി എന്നൊരു തോന്നലാണ്. ഞാൻ സാധാരണ പ്രസംഗം നിൽക്കുന്ന വേദികളെ ഒഴിവാക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ഞാൻ ആദ്യമായിട്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നപ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ വിശുദ്ധ ബലിയർപ്പിക്കാനാണ് ഇവിടെ വന്നത്. അപ്പോൾ നമ്മുടെ കോളേജിന്റെ പ്രിൻസിപ്പൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ വരണമെന്ന് പറഞ്ഞു. സാധാരണ ഞാൻ ഇച്ചിരി വലിയമായിരുന്നു, പക്ഷേ ഇത്ര പോസിറ്റീവായിട്ട് പൂർണ്ണമായിട്ട് സന്തോഷത്തോടുകൂടി നമ്മളോട് ഒരു വ്യക്തി ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് നോ പറയാൻ പറ്റത്തില്ല. ഞാൻ ഇവിടെ വന്ന് കയറിയ നിമിഷം മുതൽ, ആദ്യം വന്ന നിമിഷം മുതൽ ഇപ്പോഴും ഇവിടെ ആയിരിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇവിടെ നിന്ന് ലഭിക്കുന്ന ഒരു പോസിറ്റീവ് എനർജിയുണ്ട്. ആ ഒരു എനർജി സത്യത്തിൽ നമ്മുടെ ജോർജ് സാർ പറയുന്നതുപോലെ തന്നെ ഏറ്റവും അഭിമാനം നൽകുന്ന, അല്ലെങ്കിൽ നമ്മളെ എപ്പോഴും മുന്നോട്ട് നയിക്കുന്ന ഒരു ഘടകമാണ്. ഇപ്പോൾ ഈ നിമിഷങ്ങളിൽ ഈ വേദിയോടെ കടന്നു പോകുമ്പോൾ പ്രിയമുള്ള മക്കളെ, മാതാപിതാക്കന്മാരെ, എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, ജീവിതത്തിൽ നമുക്ക് കാൽച്ചുവട്ടിലെ ചെളിയെ നോക്കിക്കൊണ്ട് സങ്കടപ്പെട്ട് ജീവിക്കാൻ പറ്റും. അല്ല എങ്കിൽ ചക്രവാൾ പൊതിച്ചു വരുന്ന
സൂര്യനെ നോക്കിക്കൊണ്ട് മുന്നോട്ട് ഓടുവാൻ പറ്റും. ഈ കലാലയത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴത്തേനും എനിക്ക് തോന്നുന്നതാണ് ഇതിനൊരു ജിയോഗ്രഫിക്കലായിട്ടൊരു പ്രത്യേകതയുണ്ട്. സാധാരണ എല്ലാ കലാലയങ്ങളും വളരെ നിരപ്പായിരിക്കുന്ന ഒരു സ്ഥലങ്ങൾ ഉണ്ടാക്കുക. പക്ഷെ ഈ കലാലയം ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു കുന്നിന്റെ പുറത്താണ്. കുന്നിന്റെ പുറത്ത് ഉയർന്നതിനെ ഒന്നിനെയും മറച്ചു വെക്കാൻ സാധിക്കത്തില്ല. ഇവിടെ വരുന്ന ഒരു വ്യക്തിക്കും മുകളിലേക്ക് നോക്കാതെ പടി കയറുവാൻ സാധിക്കത്തില്ല. അത് തന്നെയാണ് തോന്നുന്നു ഈ ഒരു വിദ്യാലയത്തിന്റെ വിജയത്തിന്റെ പിന്നിലും. കാരണം മുകളിലേക്ക് നോക്കുന്നവന് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, അവൻ നേടുവാനായിട്ട് അധ്വാനിച്ചേ തീരും. ആ ഒരു ചിന്തയും ആ ഒരു പ്രവർത്തന രീതിയും ഈ കലാലയത്തെ ഏറെ ഉന്നതിയിലേക്ക് നയിക്കുന്നുണ്ട്. അപ്പോൾ പ്രിയമുള്ള അധ്യാപകരെ, നിങ്ങളെക്കുറിച്ച് ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു. കാരണം ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ സമയങ്ങൾ നിങ്ങളെ മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ചതുകൊണ്ടാണ് ഇവര് ഈ ഉന്നതമായ ഒരു വിജയത്തിലേക്ക് പോയത്. ഒപ്പം തന്നെ പ്രിയമുള്ള മക്കളെ, നിങ്ങളെക്കുറിച്ച് ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു. നിങ്ങളുടെ ഓരോ നിമിഷങ്ങളെയും നിങ്ങൾ വേണ്ടത്ര പ്രയോജനപ്പെടുത്തി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്വപ്നം നേടിയെടുക്കുവാനായിട്ട് അക്ഷീണമായിട്ട് പരിശ്രമിച്ചതുകൊണ്ട് ഒരു ചക്രവാളം നിങ്ങൾക്കായിട്ട് തുറന്നു നൽകപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ ഉന്നതിയിലേക്ക് പ്രശോഭിക്കുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന ആശംസകൾ മാത്രം നേരുന്നു. ദൈവത്തിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നേരുന്നു. നന്ദി, നമസ്കാരം. അച്ഛന്റെ വിലയേറിയ വാക്കുകൾക്ക് നന്ദി. 100% പാസ്സായ BSc സൈബർ ഫോറൻസിക് വിദ്യാർത്ഥികൾക്ക് മെമന്റോ നൽകുകയാണ്. അഭിജിത്ത് മോട്ടി, അലൻ ഷാജി, അലൻ സ്വി ജോസ്, ആൽവിൻ സിബി, മെമന്റോ നൽകിയ ജോർജ് കുട്ടി സാറിന് ഏറെ സ്നേഹത്തോടെ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി മെമന്റോ നൽകുന്നതിനായി റവറൻ ഫാദർ സെബാസ്റ്റ്യൻ താഴ്ത്തുവീട്ടിലിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ആരിഫ് അനസ്, ആര്യ രാജ്, ആശിഷ് എം ബിജു, അശ്വിൻ ബി അനിൽ, അവന്തിക ഓമനക്കുട്ടൻ, ബിപിൻ ബാബു, ഡെൽന സാബു, നല്ലൊരു കൈയിലേക്ക് ഒന്ന് കൊടുത്തേ. ഫട്വിക് പി, ജോബിൻ ജെ, മെമന്റോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത സെബാസ്റ്റ്യൻ അച്ഛന് ഏറെ സ്നേഹത്തോടെ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി മെമന്റോ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നതിനായി കോളേജ് ചെയർമാൻ ശ്രീ ബെന്നി തോമസ് സാറിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നേഖ ടി ആർ, നിഖിൽ പി ബ്ലസൻ, പ്രവീൺ എൻ, റിസ്വാന അജി. റിസ്വാന അജിക്ക് ഇവിടെ എത്തിച്ചേരാനായിട്ട് സാധിച്ചിട്ടില്ല. റിസ്വാനയുടെ അമ്മയെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. സന ഫിറോസ്, വൈഷ്ണവ് എസ് കുമാർ. വിദ്യാർത്ഥികളോടൊപ്പം തന്നെ അവരുടെ പേരൻസിനും കോളേജിലെ ഒരു സ്നേഹ സമ്മാനം നമ്മൾ നൽകുകയാണ്. പേരൻസിനെ സ്നേഹ സമ്മാനം നൽകുന്നതിനായി ജോർജ് കുട്ടി അഗസ്തി സാറിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു.
അക്സ മരിയ ജോൺസിന്റെ പേരൻസ് ആയ TJ ജോൺസ് ആൻഡ് മറിയാമ്മ ജോൺസ് ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഞ്ജന അജിയുടെ പേരൻസ് ആയ അജിതകുമാരി TR, അഭിജിത്ത് മോട്ടിയുടെ പേരൻസ് ആയ മോട്ടി KS, ദീപ മോട്ടി, അലൻ ഷാജിയുടെ പേരന്റ് ആയ സിജി ഷാജി, അലൻ സ്വീറ്റ് ജോസിന്റെ പേരന്റ് ആയ ജോസഫ് ആഗസ്റ്റിൻ, ആൽവിൻ സിബിയുടെ പേരന്റ് ആയ ശാലിനി പോൾ, അമീറയുടെ പേരന്റ് ആയ നൗഷാദ് ആൻഡ് വിദ്യാമോൾ വി, ആരിഫ് അനസിന്റെ പേരന്റ് ആയ അനസ് PL, ഹസീന അനസ്, ആര്യ രാജിന്റെ പേരന്റ്സ് ആയ രാജു വി ആൻഡ് ഷീജ, ആശിഷ് M ബിജുവിന്റെ പേരന്റ് ആയ ബിന്ദു E പോൾ, അശ്വിൻ V അനിലിന്റെ പേരന്റ് ആയ ശാലിനി അനിൽ, അവന്തിക ഓമനക്കുട്ടന്റെ പേരന്റ് ആയ മിനി KG, ബിപിൻ ബാബുവിന്റെ പേരന്റ് ആയ ബാബു ആന്റണി ആൻഡ് സിന്ധു ബാബു, ഫട്രിക്കിന്റെ പേരന്റ് ആയ പനീർ സെൽവൻ ആൻഡ് മാത, ജോവിൻ ജയുടെ പേരന്റ് ആയ ജോൺസൺ ആൻഡ് കലറാണി, നേഹ TRന്റെ പേരന്റ്സ് ആയ മധു ആൻഡ് ശോഭ, പ്രവീണിന്റെ പേരന്റ് ആയ സെൽവി, റിസ്വാന അജിയുടെ പേരന്റ് ആയ ഷമീന അജി, സന ഫിറോസിന്റെ പേരന്റ് ആയ സജിത ഫിറോസ്, സമ്മാനദാനം നിർവഹിച്ച ജോർജ് കുട്ടി അഗസ്തി സാറിന് ഏറെ സ്നേഹത്തോടെ നന്ദി രേഖപ്പെടുത്തുന്നു. ഇക്കഴിഞ്ഞ MG യൂണിവേഴ്സിറ്റി ഡിഗ്രി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന ചടങ്ങാണ് അടുത്തതായി. 6th സെമസ്റ്റർ S ഗ്രേഡോടുകൂടി ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമർ ആയ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫാഷൻ ടെക്നോളജി വിദ്യാർത്ഥിനി കുമാരി ആൻമരിയയ്ക്ക് മെമന്റോയും ക്യാഷ് പ്രൈസും നൽകുന്നതിനായി ശ്രീ ജോർജ് കുട്ടി അഗസ്തി സാറിനെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം സ്വീകരിക്കുന്നതിനായി ആൻമരിയെയും ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. A+ ഗ്രേഡ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് മെമന്റോ നൽകുകയാണ്. മെമന്റോ നൽകുന്നതിനായി ജോർജ് കുട്ടി അഗസ്തി സാറിനെ ഒരിക്കൽ കൂടി ക്ഷണിക്കുന്നു. ഗൗരി കൃഷ്ണ KS, അക്സ മരിയ ജോൺസ്, ശിവപ്രിയ ചന്ദ്രൻ, അഞ്ജന അജയ്, ഷെഫീന ഷെഫി, അഭിജിത്ത് മോട്ടി,
ആഷ്നയുടെ പേരന്റാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. പേരന്റിനെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അലക്സ് ഷാജി, ദേവിക നാം, അനീഷ മേരി, ശിവപ്രിയ ചന്ദ്രൻ, ആകാശ് പി എസ്, അമീറ പി എൻ, അനസ്, അവന്തിക ഓവനക്കുട്ടൻ, ലേഖ ടി ആർ, പ്രവീൺ എൻ, റിസ്വാന അജി, സന ഫിറോസ്, നിഖിൽ പി പ്ലസൻ, അമീന നിയാസ്, ജോസ് എം, ജിക്ഷേ കെ എം, ആർദ്ര അനിൽ, റാണി ജ്യോതിർമയി, രേഖ കെ, ആൽവിൻ ബെനഡിക്ട്, അൽഫോൻസ് നോബിൾ, അലോഷി നോബിൾ, ആൽബി നോബിൾ, അലൻ മാത്യു, കെ പ്രകാശ്, ആര്യ സുരേന്ദ്രൻ, ആൻസ് ജേക്കബ്, അലീന സെബാസ്റ്റ്യൻ, അന്ന കൊച്ചുമോ, ആസ്റ്റൽ ജോസഫ്, അശ്വിൻ റജി, രമ്യ ദേവസ്യ, ചാക്കോ, ഡേവിഡ്. ഫാദർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഫാദറിനെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എംകോം സ്റ്റുഡൻസിനുള്ള മെമന്റോ ഡിസ്ട്രിബ്യൂഷൻ ആണ്. രമ്യ ദേവസ്യ, അഫ്ന, മുബീന
നന്ദി രേഖപ്പെടുത്തുന്നു. പ്ലസ് ടു വരെ ദുബായിൽ സാധാരണ വിദ്യാർത്ഥിയെ പോലെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം ഡിഗ്രിക്കായി സെയിന്റ് ആന്റണീസ് കോളേജിൽ BBA അഡ്മിഷൻ എടുക്കുകയും ചെയ്ത വിദ്യാർത്ഥിനി ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ ടീച്ചേഴ്സിന്റെയും സപ്പോർട്ടും നിർദ്ദേശവും അനുസരിച്ച് ഓരോ സെമസ്റ്ററിലും ഉജ്ജ്വല വിജയം നേടാൻ കഴിഞ്ഞതിന്റെ അംഗീകാരമായി അമ്മ ഖത്തറിലെ പാമ ഇന്റർനാഷണൽ കമ്പനിയുടെ CEO മിസിസ് മറിയാമ്മ മാത്യു ഏർപ്പെടുത്തിയ 1 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പാണ് ഫിലിപ്പ് കൊച്ചുമോൻ മെമ്മോറിയൽ സ്കോളർഷിപ്പ് ഫോർ BBA ടോപ്പർ എന്നറിയപ്പെടുന്നത്. അതിന്റെ ഭാഗമായി എല്ലാ വർഷവും BBA ടോപ്പ് വരുന്ന വിദ്യാർത്ഥിക്ക് ഇതിൽ നിന്ന് ഒരു തുക സ്കോളർഷിപ്പായി നൽകുന്നു. ഇത്തവണ മികച്ച പ്രകടനം കാഴ്ചവെച്ച് MG യൂണിവേഴ്സിറ്റി റാങ്ക് ജേതാവായ കുമാരി ഷെഫീന ഷെഫീഖാണ് ഈ സ്കോളർഷിപ്പിന് അർഹയായിരിക്കുന്നത്. സ്കോളർഷിപ്പ് നൽകുന്നതിനായി കോളേജ് ചെയർമാൻ ബെന്നി തോമസ് സാറിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. സ്വീകരിക്കുന്നതിനായി കുമാരി ഷെഫീന ഷെഫീഖിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വിശിഷ്ട വ്യക്തികൾക്ക് സ്നേഹാദരവ് നൽകുകയാണ്. സ്നേഹാദരവ് സ്വീകരിക്കുന്നതിനായി ശ്രീ ജോർജ് കുട്ടി ആഗസ്തി സാറിനെ ആദരവ് നൽകുന്നതിനായി കോളേജ് ചെയർമാൻ ശ്രീ ബെന്നി തോമസ് സാറിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ആദരവ് സ്വീകരിക്കുന്നതിനായി റെവറൻഡ് ഫാദർ സെബാസ്റ്റ്യൻ താഴ്ത്തുവീട്ടിലച്ചനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ആദരവ് നൽകുന്നതിനായി കോളേജ് ചെയർമാൻ ശ്രീ ബെന്നി തോമസ് സാറിനെയും ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. സമ്മാനദാനം നിർവഹിച്ച ബെന്നി തോമസ് സാറിന് ഏറെ സ്നേഹത്തോടെ നന്ദി രേഖപ്പെടുത്തുന്നു.